വായിക്കുന്നു. Book of Revelation chapter 1 verse 3. In this evening we are starting. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി വെളിപ്പാട് 1:3 വാക്യം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്ത യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നൊരു ചിന്ത നാം ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കുന്ന കണ്ണുകൾ മൂടാം. മഹത്വാനായ ദൈവത്തിന് സ്തുതി കരയറ്റം. 9 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിൽ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ 5 തലമാ പ്രത്യേകമായി നാം പഠിക്കുന്നത്. അതിൽ 1-ാം തലം സുവിശേഷമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള 5 ആളത്വങ്ങളെ അതിനകത്ത് വെളിപ്പെടുത്തുന്നു. അതിന്റെ പ്രത്യേകതയായി 1 മഷികാത്വത്തെ കാണിക്കുന്നു, 2 ദാസത്വത്തെ കാണിക്കുന്നു, 3 മനുഷ്യത്വത്തെ കാണിക്കുന്നു, 4 യോഹന്നാൻ ദൈവത്വത്തെ കാണിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ ആകമായ ഒരു പ്രസക്തി. 5-ാമത്തെ കാര്യം ആരും അങ്ങനെ പറയാറില്ല. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുന്നെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി. 3-ാം ഭാഗം തിരുസഭയെ ആചരിക്കാൻ കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. റോമ, കൊരിന്ത്യ, തെസ്സലോനിക്ക, തിമോഥെയോസ്, എബ്രായർ, കൊലോസ്യർ. ഇതെല്ലാം വലിയ ലേഖനങ്ങളാണ്. 4-ാം തലം തുലവും ചെറിയ ലേഖനങ്ങൾ, വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. സിവി എബ്രാസാർ പറഞ്ഞ ഉപദേശത്തിന് കടന്നു പോകുന്നവരുടെ ന്യായവിധിയെല്ലാം 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അതുപോലെ തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. അവസാന യൂദ ഇങ്ങനെ ഒരു ഭാഗം ചൊല്ലുന്നു. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അനുഗ്രഹിക്കപ്പെട്ട പേർച്ചയും ഇതിന്റെ നടുവിൽ കുഞ്ഞുങ്ങൾ പാടിയല്ലോ. ആ കുഞ്ഞുങ്ങൾ മിക്ക കൺവെൻഷനും വിശ്വാസിംഗേഴ്സൊക്കെ പാടുന്ന നല്ലൊരു പാട്ടുണ്ട്. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിന്റെ താഴെ വീണ്ടും ദൈവസഭയ്ക്ക് വേണ്ടി യൂദ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജഡമോഹവും കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, കത്തിക്കുത്ത്, കഞ്ചാവ്, മയക്കുമരുന്ന്, ലോകത്തിലെ തട്ടിപ്പ് നടത്തുന്ന സകലരെയും ന്യായം വിധിക്കാനായി ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. പൗലോസ്ലീഹ അനവധി ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. അതിനോടനുബന്ധിച്ച് യൂദ വീണ്ടും അവസാന ഭാഗങ്ങൾ, ഇന്ത്യകാലത്ത് ചിലരൊക്കെ സഭയിൽ നുഴഞ്ഞു കയറുമെന്ന് യൂദ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനം ഏറ്റെടുക്കണം. അതിനാസ്പദമായി 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, അൺസീൽഡ് വൈറസ്, ദാറ്റ് മീൻസ് 15 രൂപയുടെ സോപ്പിന്റെ കുമ്പള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. പ്രസന്റിൽ ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ കേരളത്തിലുള്ളവരുണ്ട്, എമിറേറ്റ്സിലുള്ളവരുണ്ട്, അപ്പൊ തന്നെ മറ്റു കുവൈറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. കണ്ടുപിടുത്തങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു 2019. ആഗോള വ്യാപകമായി ഗൂഗിൾ പേയും ഫോൺ പേയും അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറുന്ന സമയത്താണ് ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് നമ്മളെ ലോകത്തിന്റെ താളഗതികൾ മാറ്റിയത്. അത് യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗമാണ്. ഈ അന്ത്യകാലത്ത് ഇതൊക്കെ നടക്കും. നമ്മുടെ ബൈബിളിൽ മത്തായി സുവിശേഷം 24-21 അത് കൂടെ ഇരിക്കണം. അതിനകത്ത് യേശു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: ഒലിവുമല പ്രഭാഷണം രാത്രി ചിന്തിക്കുമ്പോൾ മനുഷ്യത്താകും ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി വരെ സംഭവിക്കാത്ത വലിയ കഷ്ടം. ആ കഷ്ടം ഒരു ചെറിയ വേടല്ല. അതിന്റെ ഒരു ഭാഗമായി കോവിഡൊക്കെ വന്നത്. അത് ബിഗിനിങ് ഓഫ് ദ വേൾഡ്, സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് എറ്റ് യുവർ ഐസ്, ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് സൈമൾട്ടേനിയസ് പെസ്റ്റിലൻസ് ആൾ ഓവർ. അത് അമേരിക്കയിലും വന്നു, ഇന്ത്യയിലും വന്ന് എല്ലാവരെയും ഒരു കൂടാരത്തിലാക്കി നമ്മളെ എല്ലാം ലോക്ക്ഡൌണിലൊക്കെ ആക്കിയ ഒരു കാലം വന്നു. അതിനുശേഷം ഇനി ഒരിക്കൽ കൂടെ ഇതുപോലുള്ള മഹാവ്യാധികൾ വരാൻ സാധ്യതയുണ്ട്. ആൾറെഡി നമ്മുടെ സർക്കോൾ നടക്കുമ്പോൾ ചൈനയിൽ HMV ഉണ്ട്, കേരളത്തിൽ അമ്മി മസ്തിഷ്കതമുണ്ട്, വെസ്റ്റ്നൈൽ പനിയുണ്ട്, പലയിടത്തിൽ പനിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പലപ്പോഴും സിക്ക വന്നിട്ട് പോയത് ബാക്കി നിൽക്കുന്നു. ഇതൊക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നുകിൽ വൈറസ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ബാക്ടീരിയ സംബന്ധിച്ചോ ഒക്കെ പെസ്റ്റിലൻസ്, പകർച്ചവ്യാധികൾ
അടിക്കുവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് യൂദ വീണ്ടും പറഞ്ഞു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേക നാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ഓൺലൈനിലെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പ്രതിസന്ധികൾ വരുമ്പോൾ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ആമേൻ കർത്താവായ യേശുവേ വരയണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12 അപ്പോസ്തലനായ യോഹന്നാൻ പുസ്തകം സമാപിക്കുമ്പോൾ പത്മോസിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക്, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഞാൻ വേഗം വരുന്നു, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരുന്ന പുസ്തകത്തിന്റെ പരിസമാപ്തിയുടെ വാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കുന്നത് AD 30 കാൽവറിയിലെ ക്രൂശീകരണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറിയിൽ പരമയാഗമായി. അപ്പോൾ യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു? പലരും ആ ഭാഗമെടുക്കുന്നില്ല. വെളിപ്പാടായെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു എന്നതിനെ പറ്റി പലരും അത്രയും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാ പ്രപഞ്ചം. 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പുറകെ മുൻപോട്ട് പറയാം, എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദമ്യ കുടുംബത്തെ സൃഷ്ടിച്ചു, ഏദന്റെ തോട്ടത്തിൽ കൊണ്ടുവന്നു. ഏദന്റെ തോട്ടത്തിനകത്ത് 6-7 കാര്യങ്ങൾ ആദമ്യ കുടുംബത്തോടും പറഞ്ഞു, അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, നന്മയുടെയും തിന്മയുടെയും ഫലം. ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി പുറത്തു പോകും. അവിടെയാ പാപം ആരംഭിക്കുന്നത്. പാപം പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ തന്നെ ദൈവം പറഞ്ഞ കൽപ്പന ആദമ്യ കുടുംബം നിരസിക്കുന്നു. ആ ഒരു കാലത്ത് തോട്ടത്തിന്റെ നടുവിൽ നിന്ന് അവർ പുറത്തു പോകുമ്പോൾ സായം സന്ധ്യയിൽ സ്വർഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദമേ നീ എവിടെ? അവർ രക്ഷയുടെ ഉടയാടകൾ നഷ്ടപ്പെടുത്തി മരവുരിയോട് കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്ക്. അവിടെ പാപം ആരംഭിക്കുന്നു. ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയ പരമയാഗമായി കാൽവറിയിൽ കർത്താവ് പരമയാഗമാകുന്നത്. അങ്ങനെയെങ്കിൽ ആടിന്റെ പരമയാഗം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. കൽദയ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കൊണ്ടുവരുന്ന 1498 കിലോമീറ്റർ, ഇന്നത്തെ ഈ ബാഗ്ദാദ് ടു കറ്റ്നാൻ, അബ്രഹാമിനെ കൊണ്ടുവന്നു വാർദ്ധതി കാലത്ത് ഒരു സന്തതിയെ കൊടുത്തു. ആ സന്തതിയുടെ പേരായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിനെ ഹോമയാഗത്തിന് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അബ്രഹാം കുഞ്ഞിനെ ഹോമയാഗത്തിന് കിടത്തി. തന്റെ കയ്യിൽ മുറിച്ചേറിയ ഒരു ആയുധം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഹോമയാഗത്തിന് സമർപ്പിക്കുവാൻ അവസാന മിനിറ്റിൽ കത്തി ഉയർത്തുമ്പോൾ സ്വർഗത്തിന്റെ ശബ്ദം കേട്ടു, അബ്രഹാമേ ബാലകന്റെ മേൽ കൈവെക്കരുത്. അവന് പകരമായി ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. ഇവിടെ തൊട്ട് നമ്മുടെ ചിന്ത ആരംഭിക്കണം. 1, ഒരു പൈതലിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി പരമയാഗമായി. 2, ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊര്യവിചാരകന്മാരുടെ ചാട്ടവാറ ഏൽക്കുന്നു. അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. പെസഹായിൽ 1000കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേലും കുറുപ്പടിമേലും തേച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ആടുമേറിയ ചെങ്കടൽ കടന്നു. 3ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനികൾ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി 1,50,000 പരമാടുകളെ അറുത്തു എന്ന് ബൈബിൾ രേഖപ്പെടുന്നു. ചരിത്രവും അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ആടിന്റെ രക്തം ഒഴുകുന്നു. പുരോഹിതന്മാർ നിലവിളിക്കുന്നു, അവൻ നല്ല മനവന്റെ എന്നേക്കുമുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങി. ഒരിക്കൽ കൂടി ഈ മകനീയത്തിന്റെ ഈ പ്രത്യേക യോഗത്തിൽ ദൈവ കുഞ്ഞുങ്ങളോട് 1, ഒരു കുഞ്ഞിന് വേണ്ടി ആടറക്കപ്പെടുന്നു. 2, ഇസ്രായേൽ പാളയത്തിന്റെ വിടുതലിന് വേണ്ടി ആടറക്കപ്പെടുന്നു. 3, ദൈവാലയത്തിന്റെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി 1000കണക്കിന് ആടുകളെ അറക്കപ്പെടുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ കൊലപാതകങ്ങളുണ്ട്, ടൈഫോയിഡുണ്ട്, കുഷ്ഠമുണ്ട്, അവീതവർ ഗർഭമുണ്ട്. ഇതെല്ലാം പാളയത്തിൽ കൊടി കുത്തി വാഴുമ്പോൾ ഈ ജനം ചെയ്യുന്നത് ഊനമൃഗങ്ങളെ അറക്കുന്നു. കുറുപ്രാവിനെ അറക്കുന്നു, ചെമ്മരിയാടിനെ അറക്കുന്നു, കോലാടിനെ അറക്കുന്നു, ആട്ടുകൊറ്റനെ അറുത്ത് പച്ചയ്ക്ക് അറുത്ത് രക്തം വീഴുമ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. സ്വർഗം ചോദിച്ചൊരു കാര്യമുണ്ട്, അയ്യോ എന്നും ഈ ഊനമൃഗങ്ങളുടെ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? അപ്പോൾ ആരാ? പിതാവിന്റെ സന്നിധിയിൽ വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തു പുത്രൻ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെയാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ ഭൂതലത്തിലേക്ക് വരുന്നത്. അവൻ എവിടെ? ബേത്ലഹേമിൽ ജനിക്കുന്നു. മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു. 30ാമത്തെ വയസ്സിൽ അവൻ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കുന്നു. 33.5 തിരുവയസ്സിൽ
രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമാകുന്നു എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ യേശു ക്രിസ്തു വന്നത് വലിയ അനുഗ്രഹം തരാനൊന്നുമല്ല, പാപത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. രണ്ടാമതായി ബൈബിൾ ക്ലാസിന്റെ പ്രത്യേകത, ഇനി പാപമില്ല, ശുദ്ധർക്കായി താൻ വരും. അത് പറയുമ്പോഴായിരിക്കും 1-ാം ദിവസം നാം അവസാനിപ്പിക്കുന്നത്. മക്കളെ, അതുകൊണ്ട് യോഹന്നാൻ എഴുതിയിരിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബൈലാറ്ററലി നാം പോകുമ്പോൾ സഖാക്കിന് പകരമായ ആട്, അത് കഴിഞ്ഞ് ഇസ്രായേൽ മക്കളുടെ വിടുതലിന് പകരമായ ആട്, അതിനുശേഷം ദൈവാലയത്തിന്റെ ആ സാന്നിധ്യത്തിന് വേണ്ടി ആടറക്കുമ്പോൾ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും ആടറക്കപ്പെടണം. അത് ആ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട്, യേശുക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, സംഘടനയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, CSയുടെ ദൈവമല്ല, ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. അതുകൊണ്ട് യോഹന്നാൻ വീണ്ടും രേഖപ്പെടുത്തുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, കൂടെ ഞാൻ തന്നെ പുനരുത്ഥാനം. നമ്മൾ അധികം വായിക്കാറില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇവിടെ ഒരു ഭാഗം ദൈവമക്കൾ ചിന്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഭവനങ്ങളില്ല. 1 അമ്മയുടെ ഉദരമെന്ന ഗർഭപാത്രം, 2 ഭൂതലമാകുന്ന ജീവിതം, 3 ഒന്നേ നിത്യ പരദീസ, ദാറ്റ് മീൻസ് അവർ ഓപ്ഷൻ, അല്ലെങ്കിൽ നരക യാതന, നിത്യപാതാളം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണം, ആത്മാവിനും മരണമില്ല. ഈ ഭാഗത്തിൽ ആരും അധികം ചിന്തിക്കാറില്ല. ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ, എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സകല മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. അതോടനുബന്ധിച്ച് അവരുടെ പുണ്യവേദങ്ങൾ, ആർഷഭാരതത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, ഓൺലൈനിൽ കേൾക്കുന്നവർ, മഹാഭാരതത്തിനകത്ത് ഇങ്ങനെ ഒരു സംഹിത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉലകം അവസാനിക്കുമെന്ന മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ചൊല്ലുകളിനകത്ത് എഴുതിയ മുനിവര്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാലമുണ്ട്, ഈ പ്രപഞ്ചം ആലില പോലെ വിറയ്ക്കുമെന്ന്. ഒരാൽമരം താഴേക്ക് വീഴുന്നോലെ പ്രപഞ്ചം അസ്തമിക്കുമെന്ന്. ഒരാലില വീണ് കഴിഞ്ഞാൽ അത് തറയിൽ കിടക്കുന്നത് പോലെ മനുഷ്യന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പാതാളത്തിനകത്ത് യാതന അനുഭവിക്കുമെന്ന് അവരുടെ വേദങ്ങൾ. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ പിതൃക്കൾക്ക് വാവുബലി, കർക്കടബലി, വാവുബലി, ആൽവ, മണൽപ്പുറം, അതുപോലെ പാപനാശം, ഇവിടെല്ല പിതാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ദർപ്പണങ്ങളും അർപ്പണങ്ങളും സമർപ്പിക്കുന്നു. അവർക്കും അറിയാം. അതുപോലെ ഇസ്ലാം സഹോദരങ്ങൾ അവരുടെ ഖുർആനകത്തും മസ്നാദിനകത്തും ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, കീഴ പാതാളത്തിനകത്ത് പൊത്തിവലിക്കുന്ന പാമ്പുകളുണ്ടെന്ന് ആത്മാവിന് ദണ്ഡനമായി. വിശുദ്ധ ബൈബിളിനകത്ത് മത്തായി സുവിശേഷം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് വില? കീഴപാതാളത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴു. അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. അതിനോടനുബന്ധിച്ച് ദൈവമക്കളെ കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. നമ്മൾ ഈ സീസൺ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മരണം ഏത് സമയവും മനുഷ്യനെ പിടിക്കാം. മക്കളെ, ഈ മരണം പിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മാവിനൊരു വാസമുണ്ടോ? ആ ആത്മാവിന് വാസം ഉറപ്പിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു. അതുകൊണ്ടാ പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ അവസാന പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം, ലാസ്റ്റിൽ വി ആർ വൈൻഡ് അപ്പ് ചെയ്ത തേർഡ് ഡേ, നമ്മൾ ആ കണ്ടന്റിലേക്ക് വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്ന കാൽവറിയിലെ പരമയാഗം. ആ പരമയാഗത്തിന് ശേഷം യേശുവിന്റെ അപ്പോസ്തലന്മാർക്കെല്ലാം ക്രൂരമായ ശിക്ഷാവിധി ആ കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു ഭാഗം എവിടെ? അന്നത്തെ 2 കൈസറന്മാരായിരുന്നു. റോമന്റെ കൈസറായ പീലാത്തോസ്, ഹെരോദാവായിരുന്നു ഏദോമിന്റെ ഗവർണർ. വലിയ ഭരണകൂടങ്ങൾ മാറി വന്നു. തൊട്ടുപുറകെ വന്നത് വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച നീറോ ചക്രവർത്തി, യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്. അതൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിന് പുറകെ വരുന്നത് ലൗദിയോസ്, ക്ലൗഡിയോസ്. AD 90 കാലഘട്ടത്തിൽ വരുന്ന ഡൊമീഷ്യൻ. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കെല്ലാം ശക്തമായ ന്യായവിധികൾ കൊടുത്തുകൊണ്ട് ഈ റോമന്റെ ചക്രവർത്തികൾ രേഖകൾ എഴുതിയവരെ തകർത്തുകൊണ്ടിരിക്കുക. AD 37 ചരിത്രം പഠിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. കല്ലെറിഞ്ഞ പൗലോസ് പിന്നത്തതിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയും അനന്യാസ് ഉപദേശിയാൽ അവന്റെ കണ്ണുകൾ തുറന്നു. തിരുവചനത്തിലെ 14 ലേഖനങ്ങൾ ചമയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പൗലോസിനെ ബലപ്പെടുത്തി. അതിനോടനുബന്ധിച്ച് അവൻ അവസാനമായി അവന്റെ ആരും അധികം പ്രസംഗിക്കാറില്ല,
ഓസ്ട്രേലിയ ചന്തയിൽ ഒരു കുറ്റവാളിയെ പോലെ അവനെ കൊണ്ടുവന്ന് വെല്ലിനകത്ത് ഈർക്കവാൾ കൊണ്ട് തലയിറക്കുന്നത് പോലെ പൗലോസിന്റെ തലയിറക്കുമ്പോഴും യോസീഫസ് തങ്കത്താളുകളിൽ എഴുതി അവന്റെ നാവ് ചലിച്ചു. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കുഞ്ഞുങ്ങളെ, നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല, വചനം ഏറ്റെടുക്കുന്നവർക്കെല്ലാം പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം യാക്കോബ് അപ്പോസ്തലന്റെ തല വെട്ടിമാറ്റുന്നു, ഗളച്ഛേദം. അതിനോടനുബന്ധിച്ച് പത്രോസ്ലിയെ നേരെ ക്രൂശിക്കുവാൻ പിടിച്ചെന്ന അന്നത്തെ ചരിത്രം. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നാഥന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവനെ തലകീഴായി ക്രൂശിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ വന്ന തോമസ് അപ്പോസ്തലൻ AD 72 ക്രൂരമായി വധിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ കാൽവരി ദർശനം കണ്ട ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. അദ്ദേഹം 64 കാലഘട്ടം എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത് യാത്രയാണ്. അന്നത്തെ ഭരണകൂടത്തിന്റെ പ്രത്യേകത പാശ്ചാത്യ പൗരസ്ത്യ റോമ. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പോയത് തുർക്കിയിലെ ഏഷ്യ മൈനറിൽ. അവിടെ ആസിയയിലെ 7 സഭകൾ അദ്ദേഹം ഉണ്ടാക്കി. എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോസ്, സർദീസ്, ഫിലാഡൽഫിയ സഭ. ആ കാലഘട്ടത്തിൽ ഒരു 90 വയസ്സ് കഴിയുമ്പോഴാണ് ഡൊമീഷ്യൻ പടയാളികളോട് ചോദിക്കുന്നു, യേശുവിന്റെ വചനം അഥവാ അവർ അന്ന് പറയുന്നത് തച്ചന്റെ മകൻ, ജീസസ് മീൻസ് ദ സൺ ഓഫ് ദ കാർപ്പന്റർ, ദേ ആർ സെയിങ്. അങ്ങനെ അവർ പറഞ്ഞു. അല്ല, രക്ഷകൻ എന്ന് റോം അങ്ങനെ പറയുന്നില്ല. തച്ചന്റെ മകന്റെ വചനം എടുത്ത് പറയുന്ന ഉപദേശിമാർ ആരെങ്കിലും ഉണ്ടോ? അവര് പറഞ്ഞു പലരും ഉണ്ടായിരുന്നു, അവരെല്ലാം ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തീർത്തു കളഞ്ഞു. അവരുടെ ഭാഷ. ഇപ്പോൾ ഒരു വയോധികൻ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് എഫെസോസ് സഭയുടെ സെൻട്രൽ ശുശ്രൂഷകൻ അല്ലെ പ്രായമുള്ള ഒരു അപ്പച്ചൻ കിടപ്പുണ്ട്. അപ്പൊ പറഞ്ഞ എത്ര വയസ്സുണ്ട്? ഒരു 90 വയസ്സിലാണ് കഴിഞ്ഞാണ്. നോ മോർ ബെയിൽ, നോ മോർ ട്രയൽ, ഒന്നും വേണ്ട, അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു കൽപ്പന തരാം. താളിയോലയ്ക്കകത്ത് തിരുത്താണി കൊണ്ടൊരു കൽപ്പന എഴുതി കൊടുത്തു. വയോധികനായ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള ഒരു കൽപ്പനയാണ് ആർക്ക് കൊടുത്തതെന്നറിയാമോ? ഈ പ്രിയപ്പെട്ട വയോധികനായ യോഹന്നാന് വേണ്ടി കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം 5 മണിക്ക് സഭയുടെ ശുശ്രൂഷകനായി നമ്മുടെ പ്രിയ ദൈവദാസന്മാർ ഒരുപക്ഷെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പോലെ സഭയുടെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ വന്നെന്ന റോമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വയോധികനോട് പറഞ്ഞ, അപ്പച്ച, താങ്കളുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, ആ സമയത്ത് താങ്കളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ, കൈകാലുകൾ തളരുന്ന മനുഷ്യൻ, 90 വയസ്സിന് മേൽ പ്രായമുള്ള മനുഷ്യൻ, അപ്പച്ചന്റെ കൈകാലുകളിൽ വിലങ്ങുകൾ വീണു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി കേൾക്കുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ചർച്ചിനകത്ത് ആരുമില്ല. വയോധികനെ എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? കൈകാലുകൾ ബന്ധിച്ച് നേരെ കാരാഗ്രഹത്തിന് കൊണ്ടുപോയി. റോമിന്റെ കാരാഗ്രഹത്തിനകത്ത് അദ്ദേഹത്തെ നല്ലൊരു തടിയുടെ പ്രതലത്തിൽ കിടത്തിയെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. 6 മണിയായപ്പോൾ വയോധികന് വേണ്ടി കൽപ്പന വായിച്ചു. 6:30 ആയപ്പോൾ വരാൻ പോകുന്ന ക്രൂരമായ ന്യായവിധിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ മുഖാവരണം ധരിപ്പിച്ചു. താഴോട്ട് കീറുന്നത് അടിവയർ മുതൽ താഴെ വരെ കീറാണ്. 6 മണിക്ക് 6:30 സ്പോട്ട് ചെയ്തെന്നാണ് പുറത്തെ ചരിത്രം പറയുന്നത്. 7 മണിയായപ്പോൾ ഒരു സൈറൺ മുടങ്ങുന്ന പടയാളി ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മൂർച്ചയേറിയ ഒരു വാളുണ്ടായിരുന്നു. സാധാരണ പടയാളിയല്ല, റോമിന്റെ പടയാളിയാണ്. പ്രത്യേകത യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഇവിടെ നിങ്ങൾ ഒരു ഭാഗം 156 മുള്ളുള്ള ഒരു കിരീടം, 39 അടികൾ, പീലാത്തോസിന്റെ 3 ആണികൾ. അതിന്റെ ബാക്കിൽ ഒരു ചരിത്രമുണ്ട്. പെരിട്ടോണിയസ് എന്ന് പറയുന്ന ക്രൂരനായ ഒരു പടയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഈയക്കട്ടை വാളച്ചുണ്ടായി ഒരേ കവരത്തിൽ നിൽക്കുന്നത് പോലെ. അതാ യേശുവിനെ ആഴമായി തകർത്ത് കളഞ്ഞ് അവന്റെ കസിനായിട്ട് അല്ലെങ്കിൽ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരുവനാ യോഹന്നാനായ വയോധികനെ കൊല്ലുവാൻ വേണ്ടി വരുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു, മുഖാവരണം ധരിപ്പിച്ചിരിക്കുന്നു, കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ കട്ടമെടുത്ത് പെരിയ താഴോട്ട് കീറുവാൻ തുടങ്ങി. താഴോട്ട് കീറിയപ്പോൾ ശരീരഭാഗം ഒട്ടിപ്പിടിച്ചെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കിയ ഈ പടയാളി ഉണവാളെടുത്ത് അവിടെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ബുധനാഴ്ച മഹനീയ മിനിസ്ട്രീസിന്റെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട്, സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്ക് ഏറി വരും, ഒരുപക്ഷെ നീ ആ കടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരത്തില്ലെന്ന് ലോകം വിധിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി കേൾക്കുന്ന മാതാവേ, പിതാവേ, വാഗ്ദത്തമുള്ളവൻ ഏത് കടക്കയിൽ കിടന്നാലും അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ആദരിക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. വചനം മനസ്സിലാകുന്നവർക്കാണ്. എന്നെ പറ്റി ദൈവസ്ഥരം പദ്ധതി ഉണ്ടെങ്കിൽ, കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഏതൊക്കെ വെന്റിലേറ്ററിൽ കിടന്നാലും അവിടെ നിന്ന് നിന്റെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി നീ തകർന്നത് ലോകം പറയും, നിന്റെ മക്കൾ തകർന്നു പോയെന്ന് പറയും, നിന്റെ ഹല്ലേലൂയ കടപ്പാടം നഷ്ടപ്പെട്ടെന്ന് പറയും, നിന്റെ കുടുംബത്തിൽ
കുടുംബത്തിൽ ആത്മഹത്യ വരുമെന്ന് പറയും. നിന്റെ കണ്ണിന് മുൻപിൽ തകർച്ച കാണുമെന്ന് ഉത്തപ്പിശാചി പറയും. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് പറയണം, ഞാൻ വചനവുമായി ഇറങ്ങിയ നാളിൽ, ഞാൻ വചനവുമായി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയ നാളിൽ ദൈവം എന്റെ സന്നിധിയിൽ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ണുനീരിന്റെ മറുപടി കണ്ണുകൾ അടയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു സൈന്യം നിനക്കെതിരെ പാളയമറങ്ങിയാൽ, ഒരു ചക്രവർത്തി നിനക്കെതിരെ നിന്നാൽ, നിന്നെ തകർക്കുവാൻ ദൂട്ടപ്പിശാചി പദ്ധതി വെച്ചാലും അതിന്റെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സഹോദരങ്ങളെ, സാധാരണമല്ല നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് അന്ന കടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കിയിലെ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സ്റ്റാർ ബ്രദർ, ഇന്ന് ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. ബിലീവേഴ്സുകാർ നിന്നെ തള്ളി കാണും. ആസ്റ്റർ മെഡിസിറ്റിക്കാർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും ഒരു മരണം ഉറപ്പാ. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, ഉയർത്തി യേശുവിന്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കീമോതെറാപ്പിയെക്കാളും വലിയവൻ, റേഡിയേഷനേക്കാളും വലിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ എന്നെ ടച്ച് ചെയ്യുന്ന രാത്രിയ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം വരും. ഒരുപക്ഷെ ഒരു ബൈപ്പാസ് നടക്കത്തില്ലെന്ന് പറയും, സ്റ്റെന്റ് ഇടാൻ പറ്റത്തില്ലെന്ന് കാത്തലാബുകാർ പറയും, ഒരുപക്ഷെ റൂമിന്റെ പുറത്ത് കുഞ്ഞുങ്ങളോട് പറയും, അടുത്ത ഒരു അറ്റാക്കോട് കൂടി അച്ചായൻ സെമിത്തേരിയിലായിരിക്കുന്ന സ്വന്തം മക്കളോട് പറയും. എന്നാൽ ഇന്ന് രാത്രി ഡോക്ടറുടെ റിപ്പോർട്ടല്ല വലുത്. ഇന്ന് രാത്രി സൂപ്രാറ്റുകൾ കരമുയർത്തുന്നവർക്കായി ഈ കൺവെൻഷൻ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. ഞാൻ കരമടിച്ച് ആരാധിച്ചപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമടക്കിയപ്പോൾ, എന്റെ തിരുവചനത്തിനകത്ത് തൊണ്ട് പേപ്പർ എഴുതി പ്രാർത്ഥിച്ചപ്പോൾ, എന്റെ തലമുറകളുടെ, എന്റെ സഭയുടെ, എന്റെ മിനിസ്ട്രിയുടെ ഭാവി എന്റെ കണ്ണുകൊണ്ട് പാടി അവൻ നല്ലവൻ, അവന്റെ എന്നേക്കുമുള്ളത് പാടുന്നത് വരെ ഒരന്ധകാര ശക്തിക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല, ഒരു ദുഷ്ടശക്തിക്ക് എന്നെ തൊടുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ശംഭരാധികച്ചാന പൗടാരവ ശംദുരെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ താൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഫസ്റ്റ് സെഷനകത്ത് വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരത്തിനകത്ത് നിന്റെ ഭാവിക്കെതിരെ പോരാടുന്ന ശക്തികളെ മാറ്റിക്കൊണ്ട് വയോധികനായ യോഹന്നാനെ കാരാഗ്രഹത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുക. സർവശക്തന്റെ കരം പ്രവർത്തിച്ചുവെങ്കിൽ ഈ രാത്രി പറയണ കരം തളർന്ന കരമല്ല, എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, എന്റെ പരാജയം കാണുവാൻ കാത്തിരുന്നവരുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? മകനെ, മകളെ, ചെറുപ്പക്കാരി ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറിപ്പോകും, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി എന്ന് വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു സർജറി യൂണിറ്റിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു വെന്റിലേറ്ററിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു രോഗശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ നന്മ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ വരവ് പ്രസംഗിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ എത്ര ക്ലിയർ. 8000 പ്രോമിസുകൾ ആ ബൈബിളിനകത്തുള്ള, 1 2 അല്ല, 8000 പ്രോമിസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി കടക്കാം മക്കളെ. എന്താ പ്രോമിസുകളുടെ പ്രത്യേകത പറയാൻ? ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന ഒരു കാലം. അന്ന് ഒരപ്പച്ചൻ ഒരു അമ്മച്ചി അതോട് ചേർന്ന് ആരായിരുന്നറിയോ? 2 ആൺകുട്ടികൾ. അവർ പാർത്തിരുന്ന ബേദലഗേമിന് നമ്മൾ നല്ല ഭാഷയിൽ, ഹിന്ദിക്കാരുടെ ഭാഷ പറഞ്ഞ പൂരാട്ടം കാനാമില്ലേ ജഗ എന്ന് പറഞ്ഞാൽ, അറബ് ബേത്ത് ലകം എന്ന് പറഞ്ഞാൽ, ബേത്ത് വീട് ലകം, ആലത്തൂലാക്കൽ എന്ന് പറയുക, ഫുൾ ടൈം ചാപ്പാട് കിട്ടുന്നതല്ല. അവിടെ പട്ടിണി വന്നു. പിന്നെ ഇനി ലോകരാജ്യങ്ങളിൽ പട്ടിണി വരാതിരിക്കുമോ? അവര് 400 കിലോമീറ്റർ പുറകോട്ട് വന്നു. 400 കിലോമീറ്റർ പുറകോട്ട് വന്ന ഒരു സ്ഥലമാണ് മോവാബ്. ആരായിരുന്നു മോവാബ്? നോഹയുടെ പിന്നെ ലോത്തിന്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടത് മോവാബ്. 1000 ആണ്ട് ശാപം. അവിടെ വന്നപ്പോൾ എന്താ, ഒരു 2 കല്യാണ കുഞ്ഞുങ്ങൾക്ക് വന്നു. മംഗ്ലോനും കില്യോനും ഒക്കെ 2 പെൺകുട്ടികളെ കിട്ടി. ആ പെൺകുട്ടികളുടെ പ്രത്യേകതയായിരുന്നു, ഒന്ന് രൂത്ത്, ഓർമ്മയും. ആ കാലഘട്ടത്തിൽ ആദ്യം അപ്പൻ മരിച്ചു. ആയിരുന്നു എലിമലേക്ക് മരിക്കുവാനിടയെ തീർന്നു. അതിനുശേഷം 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി, മംഗ്ലോനും കില്യോനും. ആ സമയത്ത് നിങ്ങൾ വിദേശ രാജ്യത്തിരിക്കുന്നുണ്ട്. മോവാബിലേക്ക് വന്ന നല്ല അമ്മച്ചിയായിരുന്നു നവോമി. നവോമിയുടെ കണ്ണിൽ ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അവരെപ്പോഴും അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ സമയത്ത് രൂത്തിന്റെ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോൾ 1:12 മുതൽ 16 വരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗങ്ങളാണ്. സഹോദരിമാർക്കൊക്കെ വായിച്ച് ദൈവസന്ധിയിൽ ബലപ്പെടുവാനുള്ള ആത്മീയമായ ദൂതുകളാ പരിശുദ്ധാത്മാവ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മച്ചി വിളിച്ച് 2 കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോവാ, റീഎൻട്രി. ഗൾഫ് രാജ്യത്ത് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള റീഎൻട്രി, 6 months റീഎൻട്രി പോലെ ഞാൻ അങ്ങ് ബേത്ലഹേമിലേക്ക് പോവാ. ആ സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു, അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുക. അതാ തള്ളപ്പെട്ട ഓർമ്മ. ആ രാത്രിയിൽ 2 പേർ ഒരു തിരികല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, ഒരുവൾ തള്ളപ്പെടും. ഓർമ്മ പോയി. രൂത്ത് അമ്മച്ചിയോട് പറ്റി നിന്ന്. പലരും വായിക്കാറുണ്ട് അമ്മച്ചിയോടെ കര കൊടുക്കുക. അല്ല, രൂത്ത് പറ്റി നിൽക്കാൻ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അമ്മച്ചിയുടെ കയ്യിൽ ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. യഹോവയുടെ ന്യായപ്രമാണത ഉള്ളത് ഇന്ന് രാത്രി. അതുകൊണ്ട് ആ സങ്കീർത്തനങ്ങൾ 1 അക്കമിട്ട് വായിക്കുന്നു. ബൈബിൾ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അച്ചരിക്കുന്നു, തക്ക സമയത്ത് ബലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ യഹോവ സാധിപ്പിച്ചു കൊടുക്കും. ആ രൂത്ത് ഒരു കാര്യം പറഞ്ഞു, ദൈവസന്ധിയിൽ വന്നിട്ട് വീടില്ലാറുമല്ല, ആദ്യം വേണ്ടത് തീരുമാനം. മേക്ക് എ ഡിസിഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദിസ് ടൈം. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി ഡിസിഷൻ എടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി ഞാനും അങ്ങോട്ട് വരികയാ, താങ്കൾ പോകുന്നിടത്തേക്ക്. അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാൻ പാർക്ക്. അമ്മച്ചി ആരുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കുന്ന ഞാൻ കൂട്ടായ്മ അനുഭവിക്കും. ആർക്ക് അമ്മച്ചി കരം കൊടുക്കുന്നു അവരുമായിട്ട് ഞാൻ അനുഗ്രഹത്തിന്റെ കരം കൊടുക്കും. ഞാൻ ജാതീയ ദൈവങ്ങൾ ആരാധിച്ചത് ഇന്നൊരു സത്യ ദൈവത്തെ ഞാൻ കണ്ടിരിക്കുന്നു. അവസാനമായിട്ട് രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഇന്ന് രാത്രി മകനീയ മിനിസ്ട്രീസിന്റെ കൺവെൻഷനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ട് കരമുയർത്തിയിട്ടല്ല കാര്യം. ദൈവസന്ധിയിൽ മുഴങ്കാൽ മടക്കി തീരുമാനമെടുക്കുമ്പോൾ നിനക്ക് പുതുവഴികളെ തുറക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് ഫസ്റ്റ് ഡേ. യേശുവിന്റെ നാമത്തിൽ പല നാളുകളായി വചനം കേട്ട് ദൈവസന്ധിയിൽ തീരുമാനമെടുക്കുവാൻ നീ ഇന്ന് രാത്രി നിന്റെ കരമുയർത്തുമെങ്കിൽ രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നതുപോലെ നിന്റെ ശാപക്കെട്ടുകളെ തകർക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നീ പലപ്പോഴും വിചാരിക്കും എന്താ മുമ്പോട്ടൊരു പ്രയാണമില്ലാത്ത. ഇന്ന് രാത്രി വിസ കിട്ടാത്ത സ്ഥാനത്ത് നിനക്ക് വിസ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിനക്ക് നല്ലൊരു പ്ലേസ്മെന്റ് തരാൻ നീ കരമുയർത്തി ദൈവസന്ധിയിൽ തീരുമാനമെടുക്കുമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ബേത്ലഹേമിലേക്ക് നിന്നെ കൊണ്ടുപോകുക. നാമതേ കുടുംബത്തിൽ, പാരമ്പര്യ കുടുംബത്തിന് 1000 ആണ്ട് ശാപത്തിൽ കടന്ന ഒരു പെൺകുഞ്ഞിന് കരം പിടിച്ചുയർത്തുവാൻ സർവശക്തന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടത്തിൽ ഭാരത്തോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്നും രൂത്തിനെ പോലെ പാരമ്പര്യത്തിനകത്ത് കിടന്ന് ശാപക്കെട്ടുകളിൽ കിടക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഇന്ന് രാത്രി സത്യവചനം ഏറ്റെടുത്താൽ എനിക്ക് വഴികളും വാതിലുകളും തുറക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കും? രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 3-ാമത്തെ ആഴ്ച എന്റെ കണ്ണുനീരിന്റെ നടുവിൽ കരമിറങ്ങി എന്നെ പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവരെവിടെ പോയി? ബേത്ലഹേമിൽ പോയി. ഇന്ന് രാത്രി വചനമേറ്റെടുത്ത 1-ാം ദിവസം വീടും കാറും ഒന്നും വരത്തില്ല. പക്ഷെ നിന്നെ പടിപടിയായി അനുഗ്രഹിക്കുന്നവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. 1000 ആണ്ട് ശാപത്തിൽ കിടന്ന ഒരു പെൺകൊച്ച് ബേത്ലഹേമിൽ വന്നു. അമ്മയ്ക്ക് കണ്ണുമങ്ങിപ്പോയ അമ്മ എന്താ പറഞ്ഞത്? രൂത്തിനോട് പറഞ്ഞു, മകളെ, ബോവസിന്റെ വയലുണ്ടെന്ന് പോകാൻ പറ്റുമോ? ആഴിയെന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ തിരുവചനമെടുത്ത് മരുഭൂപ്രയാണത്തിൽ വയലിനകത്ത് ഇറങ്ങിച്ചെന്നാൽ നിന്നെ നിറയ്ക്കുന്നവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. ദൂതേറ്റെടുക്കുന്നവർക്കായി നിന്നെ വെറും കൈയോടെ നിന്റെ ആരാധനാലയത്തിൽ നിന്ന് മടക്കി വിടുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. രൂത്തിന്റെ കണ്ണിനകത്ത് ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒന്ന് നന്മണി കൊടുത്തു. ആലയത്തിലേക്കുള്ള പോക്ക് അവൾ അവസാനിപ്പിച്ചില്ല. വയലിലേക്ക് അവൾ 2 പോയി. 2-ാം ദിവസം അവൾ നെടി കൊടുത്തു. 3-ാം ദിവസം എന്തോ കൊടുത്തെന്നറിയാമോ? കറ്റ തലയിൽ കെട്ടിക്കൊടുത്തു. 3 ദിവസം അവൾ വയലിന്റെ വക്കത്തിരുന്ന. പക്ഷെ 4-ാം ദിവസം വയലിലേക്ക് വന്നവളോട് സ്വർഗ കൃപ കാണിച്ചു. ഇന്ന് രാത്രി ആരാധനയ്ക്ക് വേണ്ടി നീ ഇറങ്ങി വരുമ്പോൾ, ദൈവസന്നിധിയിൽ നീ സമർപ്പിക്കുമ്പോൾ, നീ കാൽ മതിക്കുന്ന ദേശം നിന്റെ കരങ്ങളിൽ തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തമിഴ്നാട്ടിനകത്ത് ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്, കാൽ മതിക്കും ദേശമല്ല കർത്തൻ എനിക്ക് സ്വന്തം. ഇത്രയും നാൾ നീ കണ്ണുകൊണ്ട് കണ്ടതാ, പക്ഷെ പ്രാർത്ഥിച്ച് നീ മുന്നേറാൻ തയ്യാറായി. ഇന്ന് ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം, നീ കാല് വെക്കാൻ ചില വഴികൾ ദൈവം തുറന്നു തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പരാജയത്തോടെ ഇരിക്കരുത്. ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രി പറയണം, എന്നും കരക്കിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. എന്റെ ആശയ്ക്ക്
ഒത്തവണ്ണം ചില വയലിനകത്ത് കാല് കുത്തുക. രൂത്തിന്റെ യാത്രയിൽ കൂടെ ഇരുന്ന ദൈവം ഈ മരുഭൂമി പ്രയാണ യാത്രയിൽ എന്റെ കൂടെ ഇരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 5-ാമത്തെ ദിവസം അവൾ അറിയാതെ ഒരുവൻ വന്നു. എലിമലേക്കിന്റെ ബന്ധത്തിൽ നിന്ന് ബോവസ് വന്നു. നീ അറിയാത്ത വഴികൾ നിനക്ക് തുറക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. നിന്റെ കുഞ്ഞിനൊരു വിവാഹത്തിന് വേണ്ടി പദ്ധതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ബോവസിനെ നീ അറിയാതെ അവന്റെ നിലത്തിൽ നിന്നെ കൊണ്ടിറക്കി നിനക്ക് വേണ്ടി കരുതുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി വിശ്വാസത്തോടെ കരമുയർത്തി പറയണം, എന്റെ സകല ചിന്താകുലവും ഇന്ന് രാത്രി അവന്റെ മേലിട്ടാൽ അവൻ എനിക്ക് വഴികളും വാതിലുകളും തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവളുടെ കൈ കാശില്ല, അവളുടെ കൈ ATM കാർഡില്ല, ഒരു പക്ഷേ ദുബായ് ഇസ്ലാമിക്കിന്റെ മസ്ജിദിന്റെ അക്കൗണ്ടില്ല, ഒരു LLC കമ്പനി ഇല്ല. പക്ഷെ ഒരു കാര്യം ദൈവം അവൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അവൾ കാൽ മെതിച്ച സ്ഥലം അവളുടെ കരങ്ങളിൽ ബോവസിനെ കൊണ്ട് കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആത്മാവിൽ ദൂതേറ്റെടുക്കണം. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ, നീ ഉപവസിക്കാൻ തയ്യാറെങ്കിൽ, നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ ഇറക്കി മാനിക്കാൻ കരുത്തുറ്റവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഈ രാത്രി വിശ്വാസത്തോടെ പ്ലാറ്റ്ഫോമിൽ അന്ത്യകാല സംഭവം കേൾക്കുമ്പോൾ പറയണം, ഞാൻ കണ്ണുനീരോടെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത്, 6-7 വർഷങ്ങളിൽ പ്രാർത്ഥിച്ചത്, മുട്ടുമടക്കി നിലവിളിച്ചത്, എനിക്ക് കാൽ ചവിട്ടി നിൽക്കാൻ ഇന്ന് പല വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ രൂത്തിനെ പോലെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആശിച്ച തുറമുഖത്തെത്തിക്കുക. രൂത്തിന്റെ കണ്ണുനീരിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ബുധനാഴ്ച രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല, എന്റെ കണ്ണുനീരിന്റെ നടുവിൽ പ്രവർത്തിക്കുക. ആ കരുത്തുറ്റ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി സൂമനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കണ്ണുനീരിന് മറുപടി തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തന. 7-ാം ദിവസം 1000 ആണ്ട് ശാപത്തിൽ കടന്ന ഒരു പെൺകുട്ടിയാ. അവൾക്ക് കല്യാണം നടക്കത്തില്ലെന്ന് ലോകം വിധിയെഴുതി. സിസ്റ്റർ, ബ്രദർ, അച്ചായ, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ കല്യാണം നടക്കത്തില്ലെന്ന് ദുഃഖപിശാചി പറയും. നിന്റെ കുടുംബത്തിൽ നന്മ വരത്തില്ലെന്ന് പറയും. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വരത്തില്ലെന്ന് പറയും. നവർ നവർ. ഇന്ന് രാത്രി അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹത്തിന്റെ മറുപടി തന്ന് എന്റെ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട വീടും വരെ നടത്തി തരുക. കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി നിന്റെ കൈസേൽ ദർഹം കാണത്തില്ല, നിന്റെ കയ്യിൽ ATM കാർഡ് കാണത്തില്ല, ഒരുപക്ഷെ നിന്റെ കയ്യിൽ LLCയുടെ പേപ്പർ കാണത്തില്ല. ഒന്നും ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക. ഇന്ന് രാത്രി തീരുമാനമെടുത്ത രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയുന്ന വാഗ്ദത്തങ്ങൾക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച സഹോദരങ്ങളെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് പ്രസംഗിക്കുന്നത് ഇതിൽ ആത്മാർത്ഥയോടെ കേൾക്കുന്ന ദൈവമക്കളെ, കാന്തന് വേണ്ടി ഇറങ്ങിയാൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ മഹനീയം ചർച്ചിൽ വന്നാൽ, കൂട്ടായ്മയെ ആചരിച്ചാൽ ആദ്യമൊന്നും ഒരു പെരിയ അനുഗ്രഹമൊന്നും കിട്ടത്തില്ല. 1, നിനക്കൊരു നന്മണി തരും. 2, നിനക്കൊരു ചാങ്ങഴി തരും. 3, നിന്റെ തലമേൽ കറ്റ നിവർത്തിച്ചു തരും. 4, നീ ആശിക്കുന്ന വയലിനകത്ത് നിന്നെ ഇറക്കും. 5, നിനക്ക് വേണ്ടവനെ വയലിനകത്ത് കൊണ്ടുവരുന്നവനാ സ്വർഗത്തിലെ ദൈവം. നാട്ടിലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കും, ഒരു 5 സെന്റ് വസ്തു വാങ്ങിക്കാൻ ആവശ്യമില്ല, കയ്യിൽ കാശില്ല, നിന്റെ കൈ ഓട്ടസംഖ്യയാണെങ്കിലും രൂത്തിന്റെ വേണ്ടി ബോവസിന്റെ നിലം എഴുതി കൊടുത്തോളെ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി 5 സെന്റ് വസ്തു തരാനും കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. 1000 ആണ്ട് ശാപത്തിൽ കടന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഹല്ലേലൂയ ബോവസ് അവളെ മണവാട്ടിയാക്കിയെങ്കിൽ ഇന്ന് രാത്രി ലോകം പറയും നിന്റെ വീട്ടിൽ നന്മ വരത്തില്ല, നിന്റെ മക്കളുടെ വിവാഹം നടക്കത്തില്ല, നല്ലൊരു നന്മ വരത്തില്ല. കരമുയർത്തി പറയണം, നല്ല നിലത്ത് ഞാൻ കാൽ ചവിട്ടി ദൈവത്തിന് വേണ്ടി മുട്ടുമടക്കുമ്പോൾ എന്റെ കളപ്പുരകളെ നിറയ്ക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എന്റെ മക്കളുടെ ഭാവിയെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവർക്ക് തലമുറകളെ കൊടുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. പ്ലാറ്റ്ഫോമിനകത്ത് കരമുയർത്തുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വചനത്തിന് വേണ്ടി ഇറങ്ങി ഒറ്റ കുഞ്ഞുങ്ങളെ കൈവിടുന്നവനല്ല. ഇന്ന് രാത്രി വചനം കേൾക്കണം. ഞാൻ പ്രോമിസ് ഇവിടെ കട്ട് ചെയ്ത അടുത്ത ഭാഗത്തിലേക്ക്. രൂത്തിനും ബോവസിനും ഒരു സന്തതി ജനിച്ചു, ഒബേദ്. ഒബേദിന്റെ സന്തതിയായി ഇശായി ജനിച്ചു. ഇശായിയുടെ കുറ്റിയായി ദാവീദ് വന്നു. ദാവീദിന്റെ സന്തതിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവവചനം കരങ്ങൾ സൂപ്ലാറ്റ് പോലെ ഇരിക്കുന്ന ബ്രദർ, സിസ്റ്റർ, അച്ചായ, അമ്മമ്മ, പഠിക്കുന്ന മോളെ, മോനെ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, കിലോമീറ്ററുകൾ നടത്തിക്കൊണ്ട് നിന്നെ മരുഭൂമിയിൽ കർത്താവ് കൊണ്ടുപോയെങ്കിൽ, നിന്റെ ആഗ്രഹത്തെ നിറച്ച് നിന്നെ മാനിച്ച് നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് നിനക്ക് തലമുറകളെ തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ കൺവെൻഷന്റെ പ്രതിമ രാത്രി പറയണം, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം.
ഞാൻ രാത്രിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ മറുപടി എന്റെ പുരക്കകത്ത് തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എന്റെ തലമുറകൾക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്നപ്പോൾ അതിന്റെ നടുവിൽ എന്റെ കണ്ണുനീര് വീഴ്ത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരാൻ കരുത്തുറ്റവനാ ഞാൻ ആയിരിക്കുന്ന ദൈവം. സാധാരണ പ്രോമിസുകളല്ല വിശുദ്ധ ബൈബിൾ. നമുക്ക് നാളെ വീണ്ടും ചിന്തിക്കാം. വയോധികനായ യോഹന്നാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അവനെ എവിടെ കൊണ്ടുവന്നു? എഫെസോസഭയിലേക്ക് കൊണ്ടുവന്നു. അന്ന് റോമിന്റെ ഭരണകൂടം നാട് കടത്തുന്നതാ. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനോമോ ജയിലിനകത്ത് ഒരു കാലത്ത് നാട് കടന്നത് പോലെ ഇന്ന് റോമിന്റെ ചക്രവർത്തിമാർ നാട് കടത്തുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ പേര് ഗ്രീസ്. ഗ്രീസിന്റെ സ്ഥാനം ഏതൻസ്. ഏതൻസിൽ 60 നടുകുന്ന തേർസ്തതിയുടെ ഒത്ത നടുക്കൊരു ഐലൻഡ് ഉണ്ട്. അതിന്റെ പേരാണ് 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനായ യോഹന്നാനെ എവിടേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസങ്ങൾ നാം ചിന്തിക്കുന്നു. അവൻ അവിടെ വീണു. 5 കാഴ്ചകൾ. ആകാശപ്പെട്ട കരിപ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ. മക്കളെ, മനുഷ്യന്റെ അസ്ഥിക്കഷ്ടം പാർന്ന് തിന്നുന്ന പരുന്ത്, തനിക്ക് മുമ്പേ വന്നവരുടെ തലയോട്ടിയുടെ ദുർഗന്ധം, അതിനുശേഷം പാറക്കൂട്ടം. അവൻ മുട്ടുമടക്കി ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതോടെ പറയാം, വഴികളും വാതിലുകളും അടയും, എന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. എന്ന് രാത്രി നിന്റെ കണ്ണുനീര് വീഴുമോ സ്വർഗത്തിന്റെ കോപനെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ചില ഭാരപ്പെട്ട വിഷയങ്ങളിൽ ഈ കൺവെൻഷനകത്ത് നീ രാവും പകലും പ്രാർത്ഥിക്കുമെങ്കിൽ ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് യോഹന്നാനെ ടച്ച് ചെയ്യുവാൻ സ്വർഗത്തിന്റെ കരമിറങ്ങിയതുപോലെ ബ്രദർ, നിന്റെ കടുക്കട്ട് വീണ വിഷയത്തിനകത്ത്, നിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് വഴി തുറക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിഷ്ണു വചനമേറ്റുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം തുറക്കുന്നു. നാളെ ചിന്തിക്കാം. 7 പൊൻനിലവിളക്കുള്ള നിലവിൽ നിലയ്ക്ക് ധരിച്ചു മാർത്ത് പൊൻകച്ചകത്തെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചത് ഒരു വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാം ഏഴ് നക്ഷത്രമാണ് സഭയെ വലക്കയും. സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യനന്ത്യൻ ആൽഭവമേക മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു. യോഹന്നാനെ, നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിപ്പാൽ ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്യാലിസ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 സഭ ഇവിടെ ഇല്ല. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാരും. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി ഉയരുന്നു. 12 ആൺകുട്ടി സിംഹാസനം. 13 പിശാചിന്റെ തൃത്വത്വം. ലോകം ഒരുവന്റെ കയ്യിൽ. ഇന്നത്തെ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളും പ്രശ്നങ്ങളിലും എല്ലാം വരാൻ പോകുന്നത്, ലാസ്റ്റായിട്ട് വരുന്നത് ഒരേക ലോക ഭരണത്തിലേക്കാണ്. നിങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളത്, നല്ല ജോലിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളുമാണ്. എവറേസ്റ്റിലും അതുപോലെ തന്നെ. അതിനാസ്പദമായി ഇന്ന് എല്ലാവർക്കും സെർച്ച് ചെയ്താൽ അറിയാം, ന്യൂ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരും. ആസ്പദമായി നമ്മുടെ പ്രഭാഷണം വെളിപ്പാട് പുസ്തകം പോകുന്നെങ്കിലും വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ ബൈബിളിലുണ്ട്. വളരെ താഴ്മയോടെ ഒരു ടീച്ചിങ് ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഇനി ശബ്ദം കുറച്ച് യേശു ക്രിസ്തുവിന്റെ കാലിക പ്രസംഗത്തിലുള്ള 3 പ്രഭാഷണം. 1 ഗിരിപ്രഭാഷണം, മത്തായി സുവിശേഷം. 7, 8 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹത്തിന്റെ സത്യാന്വേഷ പരീക്ഷകളിൽ ഇങ്ങനെ ഒരു ഭാഗം എഴുതി. എന്താ? എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നത് ഇസങ്ങളല്ല, മൊഴിമുത്തുകളല്ല, യേശുദേവന്റെ നാവിൽ നിന്ന് വന്ന നല്ല വാഗ്ദത്തങ്ങൾ, സൂക്തങ്ങൾ അദ്ദേഹം പറഞ്ഞു. 2ാമത്തെ ഒരു പ്രഭാഷണം ലോകാന്ത്യ സംഭവം, ഒലിവുമല. അതിനോടനുബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ഒരുമല പ്രഭാഷണം 3 ഭാഗങ്ങളിൽ. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. എൻഡ് ടൈം പ്രൊഫസി, എസ്കറ്റോളജി, സെർമൺ ഓഫ് ദ മൗണ്ട്. അതോട് കഴിഞ്ഞ് 3ാമത്തെ ഒരു പ്രഭാഷണമുണ്ട്. അതിന്റെ പേര് മാളികമുറി പ്രഭാഷണം, അപ്പർ റൂം അഥവാ മാളികമുറിയിലെ മെസ്സേജ് ആണ് ലാസ്റ്റ്. യോഹന്നാൻ 14. ഒരിക്കൽ കൂടി മകനീയത്തിൽ ഓൺലൈനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗഗനമായ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പറയാം. യേശുക്രിസ്തുവിന്റെ മധുരകരമായ 3 പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3ാമത്തെ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 3 വർഷം വെളിപ്പാടെങ്കിലും യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ ബൈബിൾ കൂടെ മത്തായി 24, 1, 2, 3, 4, 5 ബൈബിൾ. മാത്യു ചാപ്റ്റർ 24, 1, 2, 3, 4, 5 എല്ലാവരും ഓൺലൈനിൽ എടുക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ പറയാൻ, വായിക്കാനുള്ള സമയം ലാഭിക്കുന്നുണ്ട്. യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. അപ്പോൾ യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പോൾ അത് ഇടിഞ്ഞു പോകും. നാളെ ചിന്തിക്കാം. 3, 4, 5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്നു, യേശുവേ,
ഇന്ന് പകൽ പതിവിന് വിപരീതമായി താങ്കൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം, യുഗാന്ത്യ സംഭവം, എസ്കറ്റോളജി, ഘനഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണം യെരൂശലേം ദൈവാലയത്തിൽ നടത്തുക. അതിന്റെ ഫാർദർ ഇൻസിഡൻസ് മോർണിംഗ് സെക്ഷൻ സ്പീച്ച്, അതിന്റെ ഫാർദർ ഇൻസിഡൻസ് വേണം. അപ്പൊ യേശുവിനോട് അവർ ചോദിച്ചതിതാ, എന്താ ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. നീ പോയിട്ട് മടങ്ങി വരും, ഉലകം അവസാനിക്കും. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, പാർട്ട് അബൌട്ട് ദ സിഗ്നൽ. അതിനാസ്പദമായി ശ്രദ്ധയോടെ വിടിരിക്കണം. യേശു ആദ്യം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളിൽ. ആ ഭാഗം ഞാൻ കടക്കുന്നില്ല, നാളെ ഒരു ഭാഗം പറയാം. അതുപോലെ വീണ്ടും നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ കാലം എപ്പോഴെന്നറിയാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരിക്കൽ കൂടി, ആരും നിങ്ങളെ തെറ്റിക്കാതെ നിങ്ങളെ തന്നെ. ആ കാലം എപ്പോഴെന്നറിയാം. പിന്നെ യേശു വീണ്ടും പറയുന്നു, ആ അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ വരവിനുള്ള 6 മറുപടികൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അത് വളരെ വ്യക്തമായിട്ട് മറക്കണം. ആ മറുപടിയുടെ പ്രത്യേകതകൾ ഇത്രയാണ്. 6 മറുപടികൾ. മത്തായി 24, 32, 33, 34, 35 വാക്യങ്ങൾ. വൺ മോർ ടൈം റിവൈസ്. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33, 34, 35. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാ ഇല തളുക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള